ുന്നതായ ഒരു കാര്യം ഇതാണ്. അതിൻ്റെ 7:15 മുതൽ 20 വരെയുള്ളതായ വാക്യം, അതായത് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 15 മുതൽ 20 വരെയുള്ളതായ വാക്യങ്ങൾ നാം കാണുന്നത് കള്ളപ്രവാചകന്മാരെ എങ്ങനെ തിരിച്ചറിയാം എന്ന് പറയുന്നതായ വേദഭാഗങ്ങളാണ്. 7:15 മുതൽ 27 വരെയുള്ളതായ വാക്യങ്ങളിൽ കാണുന്നത്. അവിടെ കള്ളപ്രവാചകന്മാരുടെ 1-2 പ്രത്യേകതകളും അവിടെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. 7-ാം അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങളിൽ അത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ വചനത്തിൽ ഇപ്രകാരം പറയുന്നു: കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുവീൻ എന്ന് പറഞ്ഞാണ് അവിടെ ആരംഭിക്കുന്നത്. അതിനുശേഷം നാം കാണുന്നത് 21 മുതൽ അതിനുശേഷം നാം കാണുന്നത് 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ പിതാവിൻ്റെ, അതായത് സ്വർഗരാജ്യത്തിൽ ആർക്ക് കടക്കാൻ പറ്റും, എങ്ങനെ കടക്കാൻ പറ്റും എന്നുള്ളത് പറയുന്നതായ വാക്യങ്ങളാണ്. അതിനുശേഷമായിട്ട് നാം കാണുന്നത് പ്രൈസല കർത്താവ് പറയുന്നതായ 2 ഉപമകളാണ്. അതായത് അതിനുശേഷം കർത്താവ് പറയുന്ന ഒരു ഉപമയാണ് നാം കാണുവാനായിട്ട് ഇടയായിത്തീരുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ജനം ഈ നാളുകളിൽ, നമുക്കറിയാം, ഇതൊരു അന്ത്യകാലഘട്ടമാണ്. വ്യത്യസ്ത നിലകളിൽ ഉപദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതായ ഒരു കാലഘട്ടം, വ്യത്യസ്ത രീതിയിലുള്ളതായ ശുശ്രൂഷകൾ, ആദിമകാലത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ നിലകളിൽ ശുശ്രൂഷിക്കുന്നതായ ശുശ്രൂഷകന്മാരും ശുശ്രൂഷ രീതികളും നമുക്ക് കാണുവാനായിട്ട് ഇടയാകുന്നൊരു കാലഘട്ടമാണ്. അനേക വ്യത്യസ്തമായ നിലകളിൽ ദൈവജനം ദൈവത്തെ ആരാധിക്കുന്നതൊക്കെ നാം കാണുന്നു. ചിലതൊക്കെയും ദൈവവചനത്തിന് അടിസ്ഥാനമാകുമ്പോൾ മറ്റ് ചിലത് ദൈവവചനത്തിന് ഭയങ്കര വിരുദ്ധമായ രീതിയിൽ പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഭാവി കാലത്ത് ലോകത്തിൽ ഇതൊക്കെയും സംഭവിക്കുമെന്ന് ദൈവത്തിന് മുൻകൂട്ടി അറിയുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ ഇപ്രകാരം പറയുന്നതായിട്ട് നാം കാണുന്നത്. എന്താ കാണുന്നതെന്നറിയാമോ? കള്ളപ്രവാചകന്മാരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാണ് 7-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം ആരംഭിക്കുന്നത്. 7-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം ആരംഭിക്കുന്നത് അപ്രകാരമാണ് എങ്കിൽ അവിടെ നാം കാണുന്നത് കള്ളപ്രവാചകന്മാരുടെ പ്രത്യേകതകളെ പറ്റി അവിടെ പറഞ്ഞിരിക്കുന്നു. കള്ളപ്രവാചകന്മാരുടെ പ്രത്യേകതയെ പറ്റി അവിടെ പറഞ്ഞിരിക്കുന്നു. ആ 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. അവിടെ പറയുന്നത് കള്ളപ്രവാചകം, ഒന്നുകൂടെ വായിച്ചാട്ടെ വാക്യം. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുവീൻ എന്നാണ് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. കള്ളപ്രവാചകന്മാരെ സൂക്ഷിപ്പിൻ. അവരെങ്ങനെയാണ് കടന്നു വരുന്നത്? അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു. അകമയോ കടിച്ചു കീറുന്നതായ ചെന്നായ്ക്കൾ ആണ്. ഒന്ന്, ആടുകളുടെ വേഷം പൂണ്ടാണ് അവർ വരുന്നത്. എന്നാൽ അവരുടെ പ്രത്യേകതയായിട്ട് അവിടെ പറയുന്നത് അവരുടെ ഇൻവാർഡഡ് മനുഷ്യൻ, അല്ലെങ്കിൽ അവരുടെ അകമയുള്ളതായ മനുഷ്യൻ, അവരുടെ അകം എപ്രകാരമാണ്? കടിച്ചു കീറുന്ന ചെന്നായ്ക്കളെ പോലെ വരുന്നു. അതായത് പുറമെ വേറൊരു രൂപം കാട്ടി അകത്ത് യഥാർത്ഥമായിരിക്കുന്നതായ സ്വഭാവം ഒളിപ്പിച്ചു വെച്ചിട്ട് പ്രവാചകൻ എന്ന പേരിൽ കടന്നു വരുന്നവർ, അതാണ് ഇവിടെ പറയുന്നത്. കള്ളപ്രവാചകന്മാരെ സൂക്ഷിക്കേണ്ടതായ കാലഘട്ടമാണ് ഈ കാലഘട്ടം. അവർ ആടുകളുടെ വേഷം പൂണ്ടുവരുന്നു. അടുത്തതായിട്ട് അവരുടെ പ്രത്യേകത പറയുന്നത് അവർ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാണ്. രൂപം ആടിനെ പോലെ ഇരുന്നാലും അകന്ന് അവർ കടിച്ചു കീറുന്നതായ
ചെന്നായുടെ രൂപത്തിലാണ് എന്ന് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇവരെ തിരിച്ചറിയുവാനായി പറ്റും എന്ന് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അതിൻ്റെ 16ഉം 20-ാമത്തെ വാക്യവും വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും, അവരുടെ ഫലത്താൽ നിങ്ങൾക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയും. അവരുടെ ശുശ്രൂഷയാൽ തിരിച്ചറിയാം എന്നല്ല ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നത്. അവരുടെ ഫലത്താൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയുവാനായിട്ട് കഴിയും എന്ന് പറഞ്ഞിട്ട് പറയുന്നു. അവിടെ ഫലം നല്ല വൃക്ഷത്തിൽ നിന്ന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലവും ഉണ്ടാകത്തില്ല എന്ന് അവിടെ ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ നാം മനസ്സിലാക്കേണ്ടത്, ദൈവാത്മാവിനാൽ ഉപയോഗിക്കപ്പെടുന്ന ദൈവദാസന്മാർ അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേവലം ദൈവാത്മാവിനാൽ ഉപയോഗിക്കപ്പെടുന്നവർ മാത്രമല്ല, അവരെന്ത് ചെയ്യുന്നു? ഫലം പുറപ്പെടുവിക്കുന്നവരാണ്. അവരുടെ ഫലത്താൽ നമ്മൾ അവരെ തിരിച്ചറിയണം. ദൈവജനം എങ്ങനെയാണ് കള്ളപ്രവാചകന്മാരെയും കള്ള ഉപദേഷ്ടാക്കന്മാരെയും തിരിച്ചറിയേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ ഫലത്താൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയുവാനായിട്ട് കഴിയും. അവരുടെ വേഷത്താൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയുവാനായിട്ട് കഴിയത്തില്ല. അവരുടെ സ്വഭാവത്താൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയുവാനായിട്ട് കഴിയത്തില്ല. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ആത്മാക്കളുടെ വിവേചന വരം പ്രാപിച്ചുകൊണ്ട് ഈ നാളുകളിൽ നാം ജീവിക്കേണ്ടത് അത്യന്താപേക്ഷിതമായ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ദൈവാത്മാവിനാൽ നിറയപ്പെടുന്നവർ, ദൈവാത്മാവിനാൽ ഉപയോഗിക്കപ്പെടുന്നവരെ, ദൈവവചനത്തിന് അടിസ്ഥാനത്തിൽ ശുശ്രൂഷിക്കുന്നവരെ, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളവരെ എങ്ങനെ തിരിച്ചറിയുവാൻ പറ്റും എന്നാണ് ഈ 7-ാം അധ്യായം അതിൻ്റെ 15 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ ഒരു വിഷയം എന്ന് പറയുന്നത്. ദൈവവചനത്തിൽ നാം നിലനിൽക്കേണ്ട ആവശ്യകതയും ദൈവവചനപ്രകാരം ഒരു വ്യക്തിയുടെ വ്യക്തിഗതമായ ജീവിതത്തിന് അടിസ്ഥാനം ക്രിസ്തുവായിരിക്കണം. അതുപോലെ തന്നെ യേശു ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയുന്നത് നിലനിൽക്കുമെന്ന് വ്യക്തമാക്കുന്നതായ തിരുവചന ഭാഗമാണ് ഈ 7-ാം അധ്യായത്തിൽ നാം കാണുന്നത്. ഇവിടെ ഇതാ അവർ പുറമെ അവരുടെ വേഷം എന്ന് പറയുന്നത് ആടുകളുടെ വേഷം പൂണ്ടു എന്നാ പറയുന്നത്. ആടുകളുടെ വേഷം ധരിച്ചവരായ കള്ളപ്രവാചകന്മാർ, ആടുകളുടെ വേഷം ധരിച്ച കള്ള ഉപദേശകന്മാർ, അവർ സഭയിലേക്ക് കടന്നു വരുമ്പോൾ അവരെ സൂക്ഷിക്കേണ്ടതായ ചുമതല, അവരെ തിരിച്ചറിയേണ്ടതായ ചുമതല, ഇവർ ആരെന്ന് മനസ്സിലാക്കേണ്ടതായ ചുമതല ഞാനും എനിക്കും നിങ്ങൾക്കുമുള്ളതാണ്. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകത്തിൽ ഒരു സഭയെ പറ്റി പറയുമ്പോൾ അവർ അപ്പോസ്തോലന്മാർ അല്ലാതിരിക്കെ, അപ്പോസ്തോലന്മാർ എന്ന് പറഞ്ഞ ദൈവസഭയ്ക്കകത്തേക്ക് കടന്നു വന്നവരെ തിരിച്ചറിഞ്ഞതായ ഒരു സഭയുണ്ട്. ഈ നാളുകളിൽ നാം മനസ്സിലാക്കേണ്ടത്, ദൈവവചന പ്രകാരം നിലനിൽക്കുന്ന ദൈവവചനത്തിന്റെ ആഴത്തിൽ, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നാം ശുശ്രൂഷകന്മാരെയും ശുശ്രൂഷയെയും തിരിച്ചറിയേണ്ടതായ കാലഘട്ടം അതിക്രമിച്ചിരിക്കുകയാണ് എന്ന് നാം മനസ്സിലാക്കണം. ഇവിടെ രണ്ടാമതായിട്ട് പറയുന്നത് അതിൻ്റെ 21 മുതൽ 23 വരെയുള്ള വചനങ്ങളിൽ ഇപ്രകാരമാണ് പറയുന്നത്: എന്നാൽ കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ആർക്ക് സ്വർഗരാജ്യത്തിൽ കടക്കാൻ പറ്റുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനല്ല. നിങ്ങൾ ആ പദപ്രയോഗം ഒന്ന് ശ്രദ്ധിക്കണം. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനും അല്ല. പിന്നെ ആരാണ് സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്? സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനു മാത്രമേ സ്വർഗരാജ്യത്തിൽ കടക്കുവാനായിട്ട് കഴിയൂ. നിങ്ങൾക്കറിയാം,
അറിയാമോ? കർത്താവിന്റെ വചനം പറയുന്നു, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, കർത്താവിന്റെ നാമം ഉപയോഗിക്കുന്ന ഏവനുമല്ല. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞ് എന്റെ നാമം ഉപയോഗിക്കുന്നവനല്ല, പിന്നെയോ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. ദാറ്റ് ഇസ് ദ ഇമ്പോർട്ടന്റ് തിങ്. യേശുവിന്റെ നാമം ഉപയോഗിക്കുന്ന അനേകരെ ഇന്ന് ലോകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. യേശുവിന്റെ നാമത്തിൽ അനേക അത്ഭുതങ്ങൾ ചെയ്യുന്നവരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പക്ഷെങ്കിൽ ഞാൻ ഒരു കാര്യം ഇന്ന് പകൽക്കാലം പറയാം, കർത്താവിന്റെ നാമം ഉപയോഗിച്ചത് കൊണ്ട് നീ സ്വർഗരാജ്യത്തിൽ കിടക്കണമെന്നില്ല. യേശുവിന്റെ നാമം നീ ഉരുവിട്ടത് കൊണ്ട് നീ സ്വർഗരാജ്യത്തിൽ കടക്കണമെന്നില്ല. ഇവിടെ ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യണം. എന്താണ് പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് ഇപ്രകാരമാ. പിതാവിന്റെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ താൻ അയച്ച പുത്രനായ ക്രിസ്തുവിൽ ഒരുവൻ വിശ്വസിക്കണമെന്നുള്ളത്, അല്ലെങ്കിൽ അവന് പ്രസാദമുള്ളതായ പ്രവൃത്തി ഒരുവൻ ചെയ്യണമെന്നുള്ളത്. അത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. യേശു ക്രിസ്തുവിൽ പ്രൈസലോ ഒരുവൻ വിശ്വസിക്കുക എന്നുള്ളതും ദൈവത്തിന്റെ പ്രൈസലോ അല്ലയ ഇഷ്ടമാണെന്ന് ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം. ഇവിടെ ഇതാ മത്തായി പറയുകയാണ്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിയണം. ആ ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് അവന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് സ്വർഗരാജ്യത്തിൽ കടക്കുവാനായിട്ട് കഴിയും. നോക്കണമേ, ഒന്ന് കള്ളപ്രവാചകന്മാരെ, കള്ള ഉപദേഷ്ടാക്കന്മാരെ തിരിച്ചറിയേണ്ടത് എപ്രകാരമാണെന്ന് പഠിപ്പിക്കുന്നു. രണ്ടാമതായിട്ട് സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് ആരാ? പിതാവ്, എന്നെ അയച്ച എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ കടക്കുന്നതെന്ന് യേശു കർത്താവ് തിരുവായി മൊഴിഞ്ഞു പറയുകയാണ്. അതിനുശേഷം നാം കാണുന്നത് കുറച്ചുപേർ 22-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കുറച്ചുപേർ വന്നിട്ട് കർത്താവിനോട് പറയുകയാണ്, കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ ഞങ്ങൾ രോഗികളെ സൗഖ്യമാക്കി. പിന്നെന്താണ് അവിടെ പറയുന്നത്? നിന്റെ നാമത്തിൽ ഞങ്ങൾ വളരെ വീര്യപ്രവർത്തികളും പ്രവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പലരും ആ നാളിൽ പറയും. പലരും ആ നാളിൽ പറയും. കർത്താവ് പറയുകയാണോ? പലരും അന്ന് പറയും, കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ ഞങ്ങൾ എന്ത് ചെയ്തു? വളരെ വലിയ വീര്യപ്രവർത്തികൾ ചെയ്തു എന്ന് പലരും അന്നാളിൽ പറയും. അന്ന് ഞാൻ അവരോട്, കർത്താവ് പറയുകയാണ്, അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന്, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവീൻ എന്ന് പറഞ്ഞു. നോക്കണമേ, എന്ന് തീർത്തും പറയുമെന്നാ കർത്താവ് പറഞ്ഞത്. കർത്താവിന്റെ അടുക്കലേക്ക് വന്ന അന്നാളിൽ, അതായത് ദൈവത്തിന്റെ ന്യായവിധിയുടെ സമയത്ത്, അവർ വന്നു നിന്നിട്ട് കർത്താവിനോട് പറയും, കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ എന്ത് ചെയ്തു? ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ ഞങ്ങൾ വളരെ വീര്യപ്രവർത്തികളും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നില്ലയോ? ആ ചോദ്യത്തിന്റെ പ്രത്യേകത, നിങ്ങൾ ചെയ്തിരുന്നില്ലയോ എന്നൊരു ചോദ്യമാ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നീ അറിയുന്നില്ലയോ എന്ന അർത്ഥത്തിലാണ് ഇവർ ചോദിക്കുന്നത്. ഞങ്ങൾ നിന്റെ നാമത്തിൽ വീര്യം പ്രവർത്തിച്ചത്, ഞങ്ങൾ നിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കിയത്,
ഞങ്ങൾ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കിയത് കർത്താവെ നീ അറിയുന്നില്ലയോ എന്നർത്ഥത്തിലാണ് അവിടെ ചോദിക്കുന്നത്. അവിടെ ദൈവത്തിന്റെ വചനത്തിൽ കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് അന്നാളിൽ ഞാൻ എന്തു ചെയ്യും? തീർത്തു പറയും. അടുത്തത് ഇങ്ങനെ പറയുന്നത്, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോ. പ്രൈസ് ദി ലോർഡ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവീൻ എന്ന് തീർച്ചയായിട്ടും പറയും. എന്താണ് അധർമ്മം? പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് കർത്താവ് ഭൂതങ്ങളെ പുറത്താക്കിയവരോട്, എന്തുകൊണ്ടാണ് കർത്താവ് വളരെ വീര്യപ്രവൃത്തി ചെയ്തവരോട് കർത്താവ് ഇങ്ങനെ പറയുകയാണ്, അധർമ്മം പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നെ വിട്ടു പോകുവീൻ എന്ന് തീർച്ചയായിട്ടും ഞാൻ പറയും എന്ന് കർത്താവ് പറയുകയാണ്. 2 കൊരിന്ത്യരുടെ പുസ്തകം 5-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവനവൻ ശരീരത്തിലിരിക്കുന്നത് ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പിലെത്തണം. There is a judgment waiting for the unbelievers. There is a judgment waiting for the believers. That is called the Bema judgment. എന്റെയും നിങ്ങളുടെയും പ്രവൃത്തിയെ ശോധന ചെയ്യുന്നതായ ഒരു സമയമുണ്ടെന്ന് ഇന്ന് പകൽക്കാലം മനസ്സിലാക്കിക്കോ. ഒരുപക്ഷെ ആടിന്റെ വേഷം പൂണ്ട് അകമയോ കടിച്ചു കീർന്ന ചെന്നായിയെപ്പോൾ ആയിരിക്കാം ഒരുപക്ഷെ ഞാനും നിങ്ങളും ശുശ്രൂഷിക്കുന്നത്. ഞാൻ പറയട്ടെ, എന്റെയും നിന്റെയും ശുശ്രൂഷയെ ന്യായം വിധിക്കുന്ന ഒരു വലിയവനായിരിക്കുന്ന കർത്താവുണ്ട്. ഒരുപക്ഷെ ഈ കാലഘട്ടങ്ങളിൽ വളരെ ഭൂതങ്ങളെ പുറത്താക്കുന്ന വ്യക്തിയായിരിക്കാം, വളരെ വീര്യപ്രവർത്തികൾ യേശുവിന്റെ നാമത്തിൽ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. എന്നെ കേൾക്കുന്നവരെ, ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, യേശു അന്നാളിൽ ചിലരോട് പലരും എൻ്റെ അടുക്കൽ വന്നിങ്ങനെ പറയുമെന്നാ പറഞ്ഞ്, അങ്ങനെയാണെങ്കിൽ ആ വ്യക്തികളുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളുമായി തീരരുത്. കർത്താവ് എന്ന് പലരും വന്ന് എന്നോട് പറയും, കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ ലോകത്തിലായിരുന്നപ്പോൾ ഭൂതങ്ങളെ എന്തു ചെയ്തു? കീഴടക്കി. നിന്റെ നാമത്തിൽ ഞങ്ങൾ വളരെ വീര്യപ്രവർത്തികൾ ചെയ്തു കർത്താവേ എന്ന് പറയുമ്പോൾ കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ലല്ലോ. നോക്കണമേ, ആ പദപ്രയോഗം, ആ വാക്യം നിങ്ങൾ മനസ്സിലാക്കണം. കർത്താവ് പറയുക, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. മലയാളത്തിൽ അങ്ങനല്ലേ അത് പറയുന്നത്? ഞാൻ ഒരു നാളും നിങ്ങളെ കർത്താവ്, ഞാൻ ചിന്തിക്കുവാനിടയായി തീർന്നത്, യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കിയവർ, യേശുവിന്റെ നാമത്തിൽ വീര്യപ്രവർത്തികൾ ചെയ്തവരോട് കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇവരെങ്ങനാ ശുശ്രൂഷ ചെയ്തത്? ഒന്ന് ചിന്തിച്ചു നോക്കിക്കാട്ടെ. കർത്താവ് പറയുന്നു, they are saying that we cast out the demon by your name. We did many miracles and wonders in your name. അവര് പറയ, കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിലാണ് ഭൂതങ്ങളെ പുറത്താക്കിയത്, നിന്റെ നാമത്തിലാണ് ഞങ്ങൾ അത്ഭുതങ്ങൾ ചെയ്തത്, നിന്റെ നാമത്തിലാണ് ഞങ്ങൾ വീര്യപ്രവർത്തികൾ ചെയ്തത്. ആ വാക്യത്തിന്റെ അർത്ഥം എന്തുവാ? അതിന്റെ അർത്ഥം എന്തുവാ? എടാ, പലരും വന്നിട്ട് many are saying that I cast out the demon in your name, I did many miracles in your name. What do you mean by that? അതിന്റെ അർത്ഥം എന്തുവാ? കർത്താവിനോട് ഈ വന്നു പറയുന്നവർക്ക് ആരെ അറിയാം? അവന്റെ നാമം അറിയാം. കർത്താവിനോട് വന്നു പറയുന്നവർക്ക് അറിയാം കർത്താവിനെ. അതുകൊണ്ട് അവർക്കറിയാം കർത്താവിന്റെ നാമം, അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ പറയുന്നത്, കർത്താവേ, നിന്റെ നാമത്തിൽ. കാരണം എന്താ? യേശുവിന്റെ നാമം അറിയാതെ എങ്ങനെ ഇവർക്ക് പറയാൻ പറ്റുന്നത്? ഞങ്ങൾ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കിയെന്ന്, ഞങ്ങൾ നിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കിയെന്ന്,
ഞങ്ങൾ നിന്റെ നാമത്തിൽ വലിയ വീര്യപ്രവർത്തികൾ ചെയ്തു എന്ന് ഇവർക്ക് എങ്ങനെ പറയുവാൻ കഴിയും? ഇവർ യേശുവിനെ അറിയുന്നില്ല എങ്കിൽ, ഇവർ യേശുവിന്റെ നാമം അറിയുന്നില്ല എങ്കിൽ. ഞാനൊരു കാര്യം തിരുവചന വെളിച്ചത്തിൽ പറയാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. നിങ്ങൾ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞും ഇരിക്കെ. കണ്ടോ? ഗലാത്യരോട് പറയുകയാണ്, നിങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞു, നിങ്ങൾ ദൈവത്തെ അറിഞ്ഞു. പക്ഷെ ഒരു കാര്യം ഗലാത്യരെ എനിക്ക് നിങ്ങളോട് പറയുവാനുണ്ട്, നിങ്ങളെ ആരറിഞ്ഞു? വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞു എന്നാ. ആ പ്രൈസ് നോക്കിക്കണം. ഗലാത്യരോട് പറയുകയാണ്, നിങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞു എന്ന് മാത്രമല്ല, നിങ്ങൾ ദൈവത്തെ അറിഞ്ഞു എന്ന് മാത്രമല്ല, വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞു. ഞാനൊരു കാര്യം പറയാം. നാം ക്രിസ്തുവിനെ അറിഞ്ഞതുകൊണ്ട് വലിയ കഥയൊന്നുമില്ല. നമ്മെ വിശേഷാൽ ദൈവം അറിയണം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? ഗലാത്യരോട് പറയുകയാണ്, വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ. നിങ്ങൾ ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നത് എങ്ങനാ എന്നാ ചോദിക്കുന്നത്. ഞാൻ പറയാം, യേശുവിനെ അറിഞ്ഞ പലരുമുണ്ട്. എന്നാൽ യേശു അറിഞ്ഞ എത്ര പേരുണ്ടെന്നാണ് ഇന്ന് പകൽക്കാലത്തെ എൻ്റെ ചോദ്യം. ദൈവവിളി ക്ലൈം ചെയ്യുന്ന അനേകരുണ്ട്. എന്നാൽ ദൈവം വിളിച്ച എത്ര പേരുണ്ട് ഇന്ന് ശുശ്രൂഷയ്ക്ക് അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിൽ എന്ന് അറിയുവാനാണ് നാം. എത്ര പേർ ദൈവത്താൽ വിളിക്കപ്പെട്ടവരുണ്ട്? ദൈവം വിളിച്ചു എന്ന് അവകാശപ്പെടുന്ന അനേകരുണ്ട്. കർത്താവ് നിന്റെ നാമം ഉപയോഗിക്കുന്ന അനേകർ ഈ ലോകത്തിലുണ്ട്. അതിന്റെ അർത്ഥം ഇതല്ല, അവർ ദൈവത്തെ അറിഞ്ഞു, അവരെ ദൈവം അറിഞ്ഞു എന്നതിനകത്ത് അർത്ഥമില്ല. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? നോക്കണമേ, ഇവർ വന്നിട്ട് പറയുകയാണ്, കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങി, നിന്റെ നാമത്തിൽ ഞങ്ങൾ വളരെ വീര്യപ്രവർത്തികൾ ചെയ്തു, നിന്റെ നാമത്തിൽ ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു എല്ലാം പറയുമ്പോൾ കർത്താവ് പറയുന്നു ഒരു കാര്യമുണ്ട്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല, ഒരു നാളും അറിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. നാം മനസ്സിലാക്കണം, പ്രൈസ് ദി ലോർഡ്, ദൈവത്തെ അറിഞ്ഞ അനേകരുണ്ട്, പക്ഷെ ദൈവം അറിഞ്ഞവർ വളരെ ചുരുക്കമാണ്. ദൈവത്തെ അവർ പറയുന്നു, ഞങ്ങൾക്കറിയാം, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെയാണ് പുറത്താക്കിയത്, നിന്റെ നാമത്തിലാണ് ഞങ്ങൾ വീര്യപ്രവർത്തികൾ ചെയ്തത്. പക്ഷേ കർത്താവ് പറയുന്നു, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാളും ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടേയില്ല. അപ്പോഴാണ് ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിന്റെ പ്രാധാന്യം പൗലോസ് പറഞ്ഞത്. നിങ്ങൾ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിയണം. ഇവിടെ നോക്കിക്കാട്ട്, ഇവർ വന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല. രണ്ടാമത് അവരോട് കർത്താവ് പറയുന്ന മറുപടി ഇമ്പോർട്ടൻസാ. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോ. കർത്താവ് അവരോട് പറയുന്നത്, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോ എന്നാണ് അവരോട് പറയുന്നത്. എന്താണ് അധർമ്മം? 1 യോഹന്നാന്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ എന്താണ് അധർമ്മം എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. 1 യോഹന്നാന്റെ പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മം ചെയ്യുന്നു. പാപം അധർമ്മം തന്നെ എന്നാണ് പറയുന്നത്. ഒരിക്കൽ കൂടെ ഞാൻ ആ വാക്യം വായിക്കാം. പാപം ചെയ്യുന്നവൻ എല്ലാം അധർമ്മം ചെയ്യുന്നു. പാപം അധർമ്മം തന്നെ. അപ്പൊ അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോ എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ അവിടെ കർത്താവ് ചെയ്യുന്നത്, പാപം ചെയ്യുന്നവരെ
എന്നെ വിട്ടുപോ. കാരണം 1 യോഹന്നാൻ 3:4 പറയുന്നു, അധർമ്മം എന്ന് പറയുന്നത് പാപമാണ്. പാപം ചെയ്യുന്നവരെ എന്നെ വിട്ടു പോകുവീൻ എന്ന കർത്താവ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ പാർട്ടികൾ ചെയ്ത പ്രവൃത്തി, അവർ കർത്താവിൻ്റെ നാമത്തിൽ അനേക വൻ കാര്യങ്ങളെ ചെയ്യുന്നുവെങ്കിലും കർത്താവ് ഇവരെ പെടുത്തിയ ഗണം എന്ന് പറയുന്നത് എവിടെയാണെന്നറിയാമോ? അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ, പാപം ചെയ്യുന്നവരെ എന്നെ വിട്ടുപോകുവിൻ. പാപം ചെയ്യുന്നവർ എന്നെ വിട്ടുപോകുവീൻ. നിങ്ങൾ പാപം ചെയ്തവരാണ്, നിങ്ങൾ പാപം ചെയ്യുന്നവരാണ്, നിങ്ങൾ അധർമ്മം പ്രവർത്തിക്കുന്നവരാണ്, നിങ്ങൾ എന്നെ വിട്ടുപോകുവീൻ. എന്താ അങ്ങനെ പറയുവാനുള്ള കാരണമെന്നറിയാമോ? മനുഷ്യനെയും ദൈവത്തെയും വേർതിരിക്കുന്നതായ ഒരു ഘടകമാണ് പാപം. ദൈവത്തിൽ പാപമില്ല, അവനിൽ ഒരു പാപത്തിന്റെ കണിക പോലുമില്ല. പിന്നെയോ മനുഷ്യനിലാണ് പാപമുണ്ടാകുന്നത്. അപ്പോൾ ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ വേർതിരിക്കുന്നതായ ഒരു ഇതാണ് പാപം എന്ന് പറയുന്നത്. പാപം എന്ന് പറഞ്ഞാൽ മനുഷ്യനും ദൈവവുമായുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തുന്ന ഒന്നാണ് പാപം. പാപത്തിനെ പറ്റി പലവിധമായ നിർവചനങ്ങൾ ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നത് പാപമെന്നാണ്. വിശ്വസിക്കാത്തത് പാപമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. തിയോളജിക്കലായിട്ട് പറയുമ്പോൾ മിസ്സിംഗ് ദ മാർക്ക് എന്ന ഹല്ലേലൂയ. പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഓർക്കുക, പാപം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നതല്ല, ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നതാ. ഇവരോട് പറയുന്നത് അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപം ചെയ്തവരെ എന്നെ വിട്ടു പോകുവിൻ എന്ന് കർത്താവ് അവിടെ പറയുവാനായിട്ട് ഇടയായി തീരുന്നു. വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നതായ ദൈവമൈതലേ, ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയാം. പാപം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരത്തില്ലെന്നല്ല, പാപപ്രവണത നമ്മുടെ ശരീരത്തുള്ളിടത്തോളം കാലം പാപം ചെയ്യുവാനുള്ള പ്രേരണ നമ്മുടെ ശരീരത്തിലുണ്ട്. നാം പാപത്തിൽ വീഴുവാനായിട്ട് ഇടയുണ്ട്. എന്നാൽ 1 യോഹന്നാന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ പറയുന്നു, കുഞ്ഞുങ്ങളെ, പാപം ചെയ്യാതിരിപ്പാൻ ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. നിങ്ങളിൽ ഒരുവൻ പാപം ചെയ്താലോ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് വേണ്ടി സ്വർഗത്തിലുണ്ട് എന്ന് മനസ്സിലാക്കണം. നമ്മുടെ പാപങ്ങളെ അവൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് കഴുകൽ പ്രാപിച്ച് മുന്നോട്ട് പോകുവാൻ തയ്യാറാകണം. ഇവിടെ പറയുന്നത് പ്രൈസ് ഹല്ലേലൂയ, ഇവർക്ക് പറ്റ് എന്താണെന്ന് പറയുന്നു. ഇവർ അധർമ്മം പ്രവർത്തിക്കുന്നവരാണ്. They are the sinners. They used the name of Jesus for their benefit, for their belly. അവർ പാപം ചെയ്തവരാണ്. അവരോട് പറയുന്നത് പ്രൈസ് ഹല്ലേലൂയ, യേശു ക്രിസ്തുവിന്റെ നാമം അവർ ഉപയോഗിച്ചു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനേക അത്ഭുതങ്ങൾ അവർ ചെയ്തു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, അത്ഭുതങ്ങൾ ചെയ്തത് കൊണ്ടല്ല, അടയാളങ്ങൾ ചെയ്തത് അത് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ അതൊരു മുഖാന്തരമാണ് എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. എന്തിനു വേണ്ടിയാ ദൈവം അത്ഭുതം ചെയ്യുന്നെന്നറിയാമോ? മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ അവസാനത്തെ വാക്യത്തിൽ പറയുന്നു, എന്തിനു വേണ്ടിയാണ് ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നത്? അവിടെ ഇപ്രകാരമാണ് പറയുന്നത്, അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ച് കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു പോകുന്നു. ദാറ്റ് ഈസ് ദ മിറക്കിൾ. അവരാൽ പ്രവർത്തിച്ച അടയാളങ്ങളാൽ
വചനത്തെ ഉറപ്പിക്കുന്നതായിരിക്കണം. ദൈവികമായ അത്ഭുതം എന്ന് പറയുന്നത്. അല്ലാതെ വചനവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതല്ല അടയാളങ്ങളും അത്ഭുതങ്ങളും. എപ്പോഴും അടയാളങ്ങളും അത്ഭുതങ്ങളും അത് വചനത്തെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഞാൻ പ്രസംഗിക്കുന്ന വചനത്തെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയായിരിക്കണം. എൻ്റെ ശുശ്രൂഷയിൽ നടക്കുന്ന അത്ഭുതങ്ങൾ വചനത്തെ ഉറപ്പിക്കാത്തതൊന്നും ദൈവികമല്ല, അത് പൈശാചികമാണെന്ന് ഇന്ന് പകൽക്കാലം ഞാൻ പറയുകയാണ്. വചനത്തെ ഉറപ്പിക്കാത്തതൊന്നും ദൈവികമല്ല, അത് പൈശാചികമാണ്. അത് ദൈവാത്മാവിൽ നിന്ന് അല്ല. കാരണം എന്താണെന്നറിയാമോ? 1 യോഹന്നാന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ പറയുന്നത് ഈ ലോകത്തിൽ അനേക ആത്മാക്കളുണ്ടെന്ന്. ഇതിലേതെങ്കിലും ഒരു ആത്മാവായിരിക്കും നിന്റെ മേൽ കൂടിയിരിക്കുന്നത്, ദൈവത്തിൻ്റെ ആത്മാവാകത്തില്ല. ഈ ലോകത്തിൽ അനേക ആത്മാക്കളുണ്ട്, പക്ഷെ പരിശുദ്ധ ആത്മാവ് ഒന്നേ ഉള്ളൂ എന്ന് മനസ്സിലാക്കണം. തെസ്സലോനിക്ക ലേഖനം പറയുന്നു, പിശാച് തന്റെ അധികാരത്താൽ ശക്തിയാൽ ആകാശത്ത് നിന്ന് പോലും തീയിറക്കും, വ്യാജ അത്ഭുതങ്ങൾ ഉണ്ടാക്കും, വ്യാജ സൗഖ്യങ്ങൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞ് സൗഖ്യം നടക്കത്തില്ലെന്നല്ല, സൗഖ്യം നടക്കും. പക്ഷേ അത് ദൈവികമായ സൗഖ്യമല്ല, പിശാച് നൽകുന്ന സൗഖ്യമാണ്. ദൈവിക അത്ഭുതം എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും മാർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ അവസാന വാക്യം എപ്പോഴും നമ്മുടെ മൈൻഡിൽ ഇരിക്കണം. അവർ ചെയ്ത പ്രവർത്തികളാൽ, അടയാളങ്ങളാൽ, ഹല്ലേലൂയ, ദൈവം വചനത്തെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് അത്ഭുതങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ 7-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നാം കണ്ടത്, ഇവർ അത്ഭുതങ്ങൾ ചെയ്തു, ഇവർ പ്രവചിച്ചു, ഇവർ ഭൂതങ്ങളെ പുറത്താക്കി, ഇവർ അനേക വീര്യപ്രവർത്തികൾ ചെയ്തു. അതിലൊന്നും ദൈവനാമം മഹിമപ്പെട്ടില്ല, അതിലൊന്നും ദൈവവചനം ഉറപ്പിക്കുന്നതിന് കാരണമായില്ല. അപ്പോൾ ഇവർ താനും തന്റെ വ്യാപാര ശക്തിയാൽ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുവിന്റെ നാമത്തിൽ ചെയ്തുകൊണ്ട് നടന്നവരാം. അതുകൊണ്ടാണല്ലോ കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളെ യേശുവിൻ്റെ നാമത്തിലാണ് ഇവർ ചെയ്തത്. പക്ഷേ ആ അത്ഭുതവും അടയാളവുമായിട്ട് കർത്താവിനൊരു ബന്ധവുമില്ലായിരുന്നു. അതുകൊണ്ടാണ് 21-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല. കണ്ടോ, സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞ് 40 വട്ടം വായിൽ ഉരുവിട്ടോട്ട് നടക്കുന്നവനായിരിക്കണമെന്നില്ല സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. പിന്നെയോ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യണം. പിതാവിൻ്റെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും എങ്ങനെ ആയിരിക്കും? വചനത്തെ ഉറപ്പിക്കുന്നതിനും ദൈവനാമം മഹിമപ്പെടുന്നതിനുമായിരിക്കണം. അല്ലാത്തതെല്ലാം പൈശാചികമാണ്, അല്ലാത്തതെല്ലാം പിശാചിൽ നിന്ന് വരുന്നതാണ്. ഇവിടെ ഇതാ അടുത്തതായിട്ട് ദൈവവചനത്തിൽ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 2 പേര് വീട് പണിയുന്നതിനെ പറ്റിയാണ് പറയുന്നത്. വഴകൾ പൊങ്ങി, കാറ്റടിച്ചു, ഒന്ന് നിലം പരിചയായി, ഒന്ന് നിലനിന്നു എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. അവിടെ എന്താണ് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ 24 മുതൽ, ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവരൊക്കെയും, ഇവിടെയാണ് വ്യത്യാസം. ഞാനും നിങ്ങളും പ്രവർത്തിക്കേണ്ടതും, ഞാനും നിങ്ങളും ശുശ്രൂഷിക്കേണ്ടതും, ഞാനും നിങ്ങളും നടക്കേണ്ടതും ഇരിക്കേണ്ടതും എല്ലാം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ഇവിടെ പറയുന്നു, ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ അടിസ്ഥാനമിട്ട ബുദ്ധിയുള്ള മനുഷ്യന് സമനാണ്. വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യന്. ദൈവവചനം കേൾക്കുക മാത്രമല്ല, അത് ചെയ്യുന്നവരാ ബുദ്ധിമാന്മാർ. ഞാൻ ഒന്നുകൂടെ ആ വേർഡ് ആവർത്തിക്കാം. ദൈവവചനം കേൾക്കുന്നവനല്ല ബുദ്ധിമാൻ, ദൈവവചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവനാണ് ബുദ്ധിമാൻ. അതിന് താഴെ പറയുന്നത്, വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതായതുകൊണ്ട്. പാറമേൽ അടിസ്ഥാനം എന്ന് പറഞ്ഞിരിക്കുന്നത് അവിടെ ദൈവവചനത്തെ ആ പാറയോട് ഉപമിച്ചിരിക്കുന്നത്.
അവിടെ പറയുന്നത് എൻ്റെ വചനങ്ങളെ കേട്ടു ചെയ്യുന്നവനൊക്കെയും പാറമേൽ അടിസ്ഥാനമിട്ട വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് സമാനാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പണികൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പണികൾ മാത്രമേ നിലനിൽക്കത്തുള്ളൂ. അല്ലാത്തതെല്ലാം വൻമഴ ചൊരിയും, കാറ്റടിക്കും, നദികൾ പൊങ്ങും. ഞാൻ പറയട്ടെ, പ്രതികൂലം അടിക്കടിയായി കടന്നു വരുമ്പോൾ നിലനിൽക്കുന്ന ഒരടിസ്ഥാനമായിരിക്കണം എൻ്റെയും നിങ്ങളുടെയും അടിസ്ഥാനം. അത് ദൈവവചനമാകുന്ന അടിസ്ഥാനമായിരിക്കണം. ദൈവവചനത്താൽ ഇട്ട അടിസ്ഥാനമായിരിക്കണം. ദൈവവചനം കേൾക്കുക മാത്രമല്ല, ദൈവവചനം പ്രമാണിക്കുന്നവരാണ് ബുദ്ധിമാന്മാർ എന്ന് ഇവിടെ പറയുന്നു. അതിൻ്റെ അടുത്ത ഭാഗം വാക്യങ്ങൾ വായിക്കുമ്പോൾ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിതതായ മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലിച്ചു, അത് വീണു, അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു. ഞാനൊരു കാര്യം പറയാം, എപ്പോഴും ദൈവവചനത്തിൽ പണിയുന്ന പണി മാത്രമേ നിലനിൽക്കത്തുള്ളൂ. ദൈവവചനത്തിൽ അടിസ്ഥാനമിട്ടതിന് മാത്രമേ നിലനിൽപ്പുള്ളൂ. അല്ലാത്തതൊക്കെയും വൻമഴ ചൊരിയും, നദികൾ പൊങ്ങും, കാറ്റടിക്കും, അത് പ്രൈസലോ അതിൻ്റെ വീഴ്ച വലിയതായിരിക്കുമെന്ന എപ്പോഴും ഓർക്കുക. ഹല്ലേലൂയ. വീഴ്ച സംഭവിക്കുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം, അതിൻ്റെ അടിസ്ഥാനം ശരിയല്ലായിരുന്നു എന്ന് മനസ്സിലാക്കണം. ദൈവവചനത്തിൽ അടിസ്ഥാനമിട്ട്, ദൈവവചനത്തിൽ അടിസ്ഥാനമിട്ടതായ ഭവനം കാറ്റടിച്ചിട്ടും കോളടിച്ചിട്ടും നദികൾ പൊങ്ങിയിട്ടും പ്രതികൂലങ്ങൾ 4 സൈഡിൽ കൂടെ കടന്നു വന്നിട്ടും നിലനിന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അത് ദൈവവചനത്താൽ നിലനിന്നത് കൊണ്ടാണ്. അത് ദൈവവചനത്തിൽ അടിസ്ഥാനമിട്ടത് കൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയാം. ഞാൻ മുമ്പ് ഒരു വാക്യം ഓർപ്പിച്ചു, 2 കൊരിന്ത്യർ 5:10. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടേണ്ടതാകുന്നു. നമ്മുടെ പണികളെ ശോധന ചെയ്യുന്ന ഒരു സമയമുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ ആടുകളുടെ വേഷം പൂണ്ട് കള്ളപ്രവാചകനായ നിനക്ക്, കള്ള ഉപദേശകനായ നിനക്ക് സ്വധൈര്യം ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് പറ്റും. പക്ഷെ ഞാനൊന്ന് പറയാം, നിന്നെ കർത്താവ് പിടിക്കുന്ന ഒരു സമയമുണ്ട്. എന്നോട് കർത്താവേ കർത്താവേ എന്ന് 40 വട്ടം പറഞ്ഞിട്ടും അവന്റെ വചനം അനുസരിക്കാതെ ജീവിക്കുന്ന വ്യക്തി ജീവിതമേ, ഈ ലോകത്തിൽ മനുഷ്യന്റെ മുമ്പിൽ നിനക്ക് ജീവിക്കുവാൻ പറ്റും. പക്ഷേ എൻ്റെ ദൈവം നിന്നെ പിടിക്കുന്ന ഒരു സമയമുണ്ട്. ഒരുപക്ഷെ അനേക വീര്യപ്രവർത്തികളും അനേക അത്ഭുതങ്ങളും അനേക ഭൂതങ്ങളെ കീഴടക്കലും അനേക പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഞാനൊരു കാര്യം പറയാം, പ്രൈസ്തലോർഡ്, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയട്ടെ, എന്റെയും നിങ്ങളുടെയും പണികളെ വിലയിരുത്തുന്നതായ ഒരു സമയമുണ്ട്. ഇപ്പോൾ ഒരുപക്ഷെ ലോകത്തിന് നിന്നെ പിടിക്കുവാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരുപക്ഷെ സഭയ്ക്ക് നിന്നെ പിടിക്കുവാൻ പറ്റത്തില്ല. വിശ്വാസികൾക്ക് നിന്നെ മനസ്സിലാകത്തില്ല. ഞാൻ പറയാം, നിന്നെ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ സന്നിധിയിൽ ചെന്ന് നിന്നിട്ട്, കർത്താവേ, ഞാൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ ഞങ്ങൾ വലിയ പ്രവർത്തികളൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ ഉത്തരം ഇതാകരുത്, ഞാൻ നിന്നെ ഒരു നാളും അറിയുന്നില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ, പാപം ചെയ്യുന്നവരെ, എന്നെ വിട്ടുപോകുവീൻ എന്ന വാക്ക് കേൾക്കുവാനിടയാകരുത്. പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ തകർന്നു പോകുന്നതല്ല ദൈവവചനത്തിൽ അടിസ്ഥാനമിട്ട വിശ്വാസ ജീവിതമെന്ന് ഇന്ന് പകൽക്കാലം മനസ്സിലാക്കുക. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ തകർന്നു പോകുന്നതല്ല യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. പ്രതിസന്ധികളുടെ മധ്യത്തിൽ നിലനിൽക്കുന്നതാ. കാറ്റടിക്കുമ്പോൾ വീണ് പോകുന്നതല്ല. പ്രതികൂലത്തിന്റെ കാറ്റ് വരുമ്പോൾ, പ്രതികൂലത്തിൻ്റെതായ നദി പൊങ്ങുമ്പോൾ, പ്രതികൂലത്തിൻ്റെതായ മഴ കടന്നു വരുമ്പോൾ തകർന്നു പോകുന്നതല്ല ക്രിസ്തീയ ജീവിതം. അങ്ങനെയായിരുന്നെങ്കിൽ കർത്താവ് പറഞ്ഞേനെ,
അത് തകർന്നു പോയെന്ന്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത് വീണില്ലെന്നാ. എന്നാൽ അടിസ്ഥാനമില്ലാതെ പണിതതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു എന്ന് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു കാര്യം പറയാം. ഒരുപക്ഷെ നാം ആടുകളുടെ വേഷം പൂണ്ട് അകമേ കടിച്ചു കീറുന്ന ചെന്നായിട്ട് വ്യാജവേഷധാരിയായിട്ട് ശുശ്രൂഷിക്കുന്ന വ്യക്തിയായിരിക്കാം, ജീവിക്കുന്ന വ്യക്തി ജീവിതമായിരിക്കാം. കർത്താവേ കർത്താവേ എന്ന് കർത്താവിനോട് എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ട് അവൻ്റെ നാമം ഉപയോഗിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും എന്ന് വേണ്ട സകലമാന കാര്യങ്ങളും ചെയ്ത് ജീവിക്കുന്ന വ്യക്തിയായിരിക്കാം. അതിനുശേഷം നാം കണ്ടത് മണലിന്മേൽ പണിത വീടിൻ്റെ വീഴ്ചയെപ്പറ്റി അവിടെ പറയുന്നു. അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു. പിന്നതിന് എഴുന്നേൽക്കുവാൻ പറ്റിയില്ല. പിന്നതിന് അതിൻ്റെ പൂർവ്വസ്ഥിതിയിൽ മടങ്ങി വരുവാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ടാണ് പറയുന്നത് അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു. ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയാം. നമ്മുടെ വ്യാജവേഷങ്ങളെയൊക്കെ അറിയുന്നവനായിരിക്കുന്ന, നമ്മുടെ പുറമല്ല നമ്മുടെ അകമറിയുന്നൊരു കർത്താവുണ്ട്. അവൻ ന്യായം വിധിച്ച് ഇവിടെ വലിയ ശുശ്രൂഷകനായിരുന്നിട്ട്, ഇവിടെ വലിയ അത്ഭുതവാനായിട്ടിരുന്നിട്ട്, ഇവിടെ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിത്യനാശത്തിലേക്ക് കടന്നു പോകുവാൻ ഇടവരുത്തരുത് എന്ന് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇവിടുത്തെ പണിയൊന്നും നിലനിൽക്കത്തില്ല. സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും? പണ്ടൊരമ്മച്ചി പറഞ്ഞു, എന്തും ചെയ്യുമെന്ന്. പ്രൈസ് ദി ലോർഡ്. അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്തു ചെയ്യും? ഇതൊരു ചോദ്യചിഹ്നമായിരിക്കട്ടെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ. ദൈവം അനുഗ്രഹിക്കട്ടെ.